ಈ ವಾರತ್ತೋ ಬಿರ್ನರು ബായർ തങ്ങൾ ചെന്തെ പേർ പോയോ സയ്യദ് അബ്ദുൽ റഹ്മാൻ ഇമ്പിച്ചി കോയ തങ്ങൾ ഞങ്ങൾ ഈ വാരത്ത് ബിർന്നರು ಬಾಯಾರ್ ಸಲಾತ್ ಇಂಗಿನ ಕೇಟಪ್ಪಮೆ ಎಲ್ಲರ ಕಾದುಂ ತೆಲ್ ಕುತ್ತ ಅವರು ಒಕ್ಕು ಬಾಯಾರ್ ಸಲಾತ್ಗೆ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಪಿನ ಕಾಸರಗೋಡು ಅಲ್ಲಾಂಟೆ ದೇಶತ್ತು ವಿವಿಧ ಭಾಗತ್ತು ಆಲ್ಮಾರು ಬಂಡಾರು ಬೇರೆ ಬೇರೆ ನಮೂನತ್ತು ಕಷ್ಟ ಕಾರ್ಪಣ್ಯ ಸಮಸ್ಯೆ ಇನ್ನಂಗ ಬಂಡಮೆ ಬಾಯಾರ್ ಸಲಾತ್ಗೆ ಊಡ ಪ್ರತಿ ತಿಂಗಳಿಗೆ ವರ್ಕ ರಸೂಲ್ಲಾರೆ ಪೇರ್ಲು ಸೊಲಾತ್ ನಡಕ್ರು ಸೊಲಾತ್ರೋ ನಾಳು ನಿಂಗ ಬಾಯಾರ್ಗೆ ಬಂದೆಂಗೆ ಗೊಂತಾವರು ಊಡೆಗೆ ಎವ್ಡೆವ್ಡ್ತೋ ಎತ್ರೆತ್ರ ಆಲ್ಮಾರು ಬಂಡಾರು ಚೆಂತು ಸೊಲಾತ್ರೋ ನಾಳು ಈ ರಾಯಮೆ ಗಾಡಿ ಪಿನ್ನ ಆಲ್ಮಾರ್ಲು ನೊರ್ഞ്ഞിട്ടിಕ್ರು ಅತ್ರೆಗುಂ ಈ ಸೊಲಾತ್ ನಡಕ್ರೋ ಪಕ್ಕ ಎವ್ಡೆ ಚೆಂತು ಗೊಂತುಂಡ ಸೊಲಾತ್ ನಡಕ್ರದು ಪೊನ್ನಂಗಲ್ತು ಉಪ್ಪಲ ಹೈವೆರೋ ಪೈವಳಿಕೆ ಬಾಯಾರಾಯ್ತುಂ ವಿಟ್ಲತೋ ಕನ್ಯಾನ ಆಯ್ತುಂ ಉಡೆಗೆ ಬರೋಗು ಅವರು ಕೇರಳತೋ ಕಾಸರಗೋಡು ಜಿಲ್ಲೆರೋ ಒರು ರಾಯ ಆಯ್ತಿಕ್ರು ಪೊನ್ನಂಗಳ ಬಾಯಾರ್ ಮುಟ್ಟತೋ ಪಕ್ಕ ಆಯಸಬುಲು ಬಾಯಾರ್ ಸೊಲಾತ್ ಚೆಂತೆ ಆಲ್ಮಾರು ಚೆನ್ನೊಂಟಿಕ್ರಾರು ಈ ಸೊಲಾತ್ಗೆ ಮುಂದಾಳುತ್ವ ಕೊಡುಕ್ರದು ಬಾಯಾರ್ ತಂಗಳ್ ಸೈಯದ್ ಅಬ್ದುಲ್ ರಹ್ಮಾನ್ ಇಂಬಿಚಿಕೋಯ ತಂಗಳ್ ಇಯಾಲ್ಡೋ ಎಲ್ಲಾரும் ಬಾಯಾರ್ ತಂಗಳ್ ಚೆಂತೆ ಬಿಳಿಕ್ರಾರು ಬಾಯಾರ್ ಸೊಲಾತ್ಗೆ ಬನ್ನ ಎಲ್ಲಾರ್ಗುಂ ಬಾಯಾರ್ ತಂಗளையும் கண்டுட்டு போவுன்னு சொல்றது ஆசை ಅಂಗಲೋ ಕಷ್ಟ ಕಾರ್ಪಣ್ಯತ್ತೋ ಎಡ್ತೊಂಟು ತಂಗಳ ಮುಟ್ಟ ಬಂಡಾರು ಸಾಲ್ ಸಾಲ್ ನಿಕ್ರೋ ಆಲ್ಮಾರೆ ತಂಗ ತಾಲ್ಮೇಲೆ ಸಾಂತ್ವನ ಆಕಿತಿ ಕಡ್ತರು ನಿರೀಕ್ಷಲೆ ತಂಗಳೋ ಮುಟ್ಟೋ ಬಂಡು ಇಂಗಗು ಬಾಯಾರ್ ತಂಗ ஒரு ಆಶಾಕಿರಣ ಆಯ್ತಿಕ್ರು ಉಡೆಗು ಬೇರೆ ಬೇರೆ ಸಮಸ್ಯೆ ಇನ್ನಂಗ ಬಂಡಾರು ಕ್ಯಾನ್ಸರ್ ರಂಗಲ್ತೋ ಬಿಲಿಯ ಬಿಲಿಯೋ ಸೀಕಿನ್ನಂಗ ಉಡೆಗು ಬಂಡಾರು ಅಂಗಗೆಲ್ಲ ನಾ ಸೊಲಾತ್ಲು ದೈಕೋಗು ಚೊಲ್ಡೆ സൊലാത്തെ അങ്ങക്ക് രക്ഷ ആയിട്ടിക്ര് ചെന്ത് ബായാർ തങ്ങൾ ചെൽഡ് പക്ഷേ ഖുർആൻ പറഞ്ഞതുപോലെ വക്കാന ഫദ്ലുല്ലാഹി അലൈക അദീമ മഹത്തായ സ്ഥാനത്തിന്റെ ഉടമയാണ് തങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തങ്ങളുടെ ബഹുമാനം കൊണ്ട് അവിടത്തെയുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് ഇത് ഞാൻ പറയല്ല, അവിടുന്ന് തന്നെ പ്രിയ ശിഷ്യരിലൂടെ നൽകിയ വിവരം, സ്വലാത്തിന്റെ മഹത്വം. ഇത് യക്ഫീക ഹമ്മു ദുനിയാവ ഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും സ്വലാത്ത് മതി എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വലാത്ത് കൊണ്ട് ഇങ്ങനെ 10-12 വയസ്സ് വരെ സംസാരിക്കാത്ത കുട്ടികൾ സംസാരിക്കുന്നു, ജന്മന നടക്കാത്ത കുട്ടികൾ നടക്കുന്നു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടുന്നു. 10-23 വർഷമായി കല്യാണം കഴിച്ച് സകല ഡോക്ടർമാരെയും കാണിച്ച്, വൈദ്യന്മാരെ കാണിച്ചു, പല ചികിത്സാ രീതികൾ നടത്തി, അവരൊക്കെ മക്കളുണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ മേർക്കള അബ്ദുൽ ഹമീദ് സഖാഫിയുടെ ജ്യേഷ്ഠൻ യൂസുഫ് എന്ന് പറയുന്ന സഹോദരൻ ഉൾപ്പെടെ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഒന്ന് പിതാക്കളാണ്. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ರಾಯತ್ಲು ಇಕ್ರೋ ಪಾವತಂಗಗೆ ಸಹಾಯ ಆಕೋಗು ಬೇನಾಯ್ತು ಸಹಾಯಿ ಚೊಲ್ಡೋ ವ್ಯವಸ್ಥೆ ಉಡ ಉಂಡು. ഇതിൽ എല്ലാ പാവത്തങ്ങകും ಬೇರೆ ಬೇರೆ ನಮೂನത്തിൽ സഹായ ആക്രാച്ചന്ത് ബായാർത്തങ്ങൾ ചെന്ത്. ഇതിൽ എല്ലാ ജാതി ധർമ്മത്തങ്ങകും സഹായ ആക്രാച്ചന്ത് തങ്ങ ചെന്ത്. അതിൻ്റെ കൂടെ ഇവിടെ വിപുലമായ നിലക്ക് ദർസ് ശരീഅത്ത് കോളേജ് ഉണ്ട്, അതുപോലെ ദഅവ കോളേജ് ഉണ്ട്, മുജമ്മ മോറൽ കോളേജ് എന്ന പേരിൽ. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, മുജമ്മ പബ്ലിക് സ്കൂള്. അതുപോലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്. അതുപോലെ അഹദലിയ സുന്നി മദ്രസ ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെ സഹായി എന്ന പേരിൽ നടത്തുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് കല്യാണത്തിനും വീട് നിർമ്മാണത്തിനും. ఇండతో బాలకారు తప్పు తెరులు పోయి ఉంటున్నారు. యవ్వనతులు పిర్సతో పెరవులు పోయితే లైఫ్ రమే బెడకాకి ఉంటున్నారు. ಮೊಬೈಲ್ ಫೇಸ್ಬುಕ್ ರಂಗಂತೋ ಪುದಿಯೋ ಟೆಕ್ನಾಲಜಿರೋ ದುರುಪಯೋಗ ಆಕಿ ಉಂಟುಳ್ಳಾರು. ಇಂದು ಮಕ್ಕಳು ದೀನಿ ವ್ಯವಸ್ಥೆಯಲ್ಲಿ ಬೆಲೆಪಾಟನುಂಚಂತು ಬಾಯಾರ್ಥങ്ങൾ ചെന്ത്. അഥവാ വ്യക്തമായി പറഞ്ഞാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻ്റർനെറ്റിലും മൊബൈലിലും മെസ്സേജിലും മിസ്കാളിലുമൊക്കെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങളും സ്നേഹങ്ങളും സ്ഥാപിച്ച് കല്യാണം കഴിഞ്ഞവരുൾപ്പെടെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർത്ത് കഴിക്കാത്തവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ വേണ്ടാത്ത നിലയ്ക്ക് ജീവിക്കുന്ന ആ മോശമായ ചുറ്റുപാട്
സ്ത്രീകളുടെ കുത്തഴിഞ്ഞ രംഗപ്രവേശനം അതൊക്കെ നിർത്തൽ ചെയ്ത് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ഈമാനോടെ വിശുദ്ധമായ ഇസ്ലാം അത് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായി ബന്ധപ്പെടാതെ എല്ലാവർക്കും നന്മ ചൊരിയുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം. ಊಡೆ ಖಾಲಿ ಸೀಕಿಗೆ ಮಾತ್ರ ಶಿಫಾ ಕೊಡ್ಕರೋ ಸೊರ ಆಯೋಂಟಿಲ್ಲ. ರಾಯತೀಕ್ರೋ ದೀನಿ ಬುಟ್ಟಿಟ್ಟು ನಡಕರಂಗೂ ನಲ್ಲ ತಿರು ಕಾಟ್ರೋ ಸೊರ ಆಯೋಂಟುಂಡು ಚೆಂತ್ ಅಯಾಲ್ ಚೆಂತ್. മധുവൊക്കെ തിന്ന് സിനിമ നടന്മാരെയും നടിമാരെയും അനുഗമിച്ചുകൊണ്ട് മുസ്ലിം സമുദായം വഴിതെറ്റി കൊണ്ട് ജീവിക്കുന്ന ആ ജീവിത രീതിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് തഖ്വയോടെ ഈമാനോടെ ചെറിയ കാല ആയുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് സമൂഹത്തോട് പ്രത്യേകിച്ച് യുവതലമുറകളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ಊಡೆಗೆ ಎಲ್ಲ ಜಾತಿ ಧರ್ಮತಂಗಳು ಬಂಡಾರು ಅಂಗಳೋ ಕಷ್ಟத்துக்கு ಬಾಯಾರ್ಥಂಗಳೋ ಮುಟ್ಟ ಪರಿಹಾರ ಕಾಂಡಾರು. ನಾನು ಕಲ್ಲು ಕುಡ್ಚಿಟ್ಟು ಫ್ಯಾಮಿಲಿರೋ ನೋಕಾಂಟೆ ಇನ್ನೆ ನಕ್ಕು ಕಲ್ಲು ಕುಡಿ ಒಂದು ಆದತ್ತು ಆಯ್ತಿಂತು. ಆದರೆ ಬುಡಗು ನಕ್ಕು ಕಷ್ಟ ಆಯ್ತಿಂತು. ಸುಮಾರು ಕೌನ್ಸಿಲಿಂಗಿಗೆ പോയെങ്കും ಆದರೆ ಬುಡಗು ನಕ್ಕು ಆಯ್ತಲ. ಬಾಯಾರ್ ಸ್ವಲಾತ್ಗೆ ಬಂದಲ್ ಪಿನ್ನೆ ನಂಡು ಕಲ್ಲು ಕುಡಿರೋ ಆದತ್ತು പോയിട്ട് ചെന്ന് ഒരാൾ ചെന്ന് കാനക്കോട് നിന്നാണ് ഞാനൊരു 18 കൊല്ലം മദ്യത്തിലായിരുന്നു, മദ്യാലയിലായിരുന്നു. പക്ഷേ എനിക്ക് കേടെ പോയിട്ട് അതിനെ നിർത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ കുറേ അടുത്ത് എന്നെ കൊണ്ടുപോയി ഞാൻ കുറേ അടുത്ത് നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും ചെയ്തിരുന്നു, പക്ഷേ പറ്റിയിട്ടില്ല. ഇവിടുത്തെക്കാരും എന്നെ 2-3 ആളുകൾ കൂടിയിട്ട് ഇവിടുത്തെ കൊണ്ടുതന്നു. ഒരു 3 വർഷമായി തീരെ ഞാൻ നിർത്തിയിട്ടാണുള്ളത്. അപ്പം എല്ലാത്തിനും വളരെ മാറ്റമുണ്ട് എനിക്ക്. എൻ്റെ ഒരു അനുജൻ പുതിയാപ്പിളയാണ്. അപ്പോൾ ഒരു 3 വർഷം ഗൾഫിലെല്ലാം ഉണ്ടായിരുന്നതാണ്. ഈ മദ്യപാനം മൂലമെല്ലാം നഷ്ടപ്പെട്ട് കുടുംബസമയം എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ഒരുപാട് മരുന്നും കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കി. അവസാനം ആരോ പറഞ്ഞിങ്ങനെ ബായാർ സ്വലാത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്വലാത്തിലേക്ക് ആദ്യമായിട്ട് വന്നപ്പം തങ്ങൾ ഇവിടുന്ന് വെള്ളം വന്നിരിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാ സ്വലാത്തിനും കൂടാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 3 കൊല്ലക്കാലമായി നല്ല കുടുംബറാഹത്തോടു കൂടി നല്ല രീതിയിൽ പണിയെടുത്ത് കുടുംബം പോറ്റുന്നു. പുരയും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ മദ്യപാനം എന്ന് പറയുന്നത് കേൾക്കുമ്പം തന്നെ അലർജിയാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല തങ്ങളുമായിട്ടുള്ള നല്ലൊരു ബന്ധം, നല്ല നിസ്കാരവും നിലയും ആ കാര്യത്തിലെല്ലാം നല്ല മുൻപന്തിയിലുണ്ട്. എല്ലാവർക്കും ഞങ്ങളെ കുടുംബത്തിനടക്കം ആ നാട്ടിലടക്കം ഇവൻ്റെ കെയർ ഓഫിലായിട്ട് നാട്ടിലെല്ലാവരും ഈ സ്വലാത്തിന് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും നല്ലൊരു നിലക്ക് ഇടത്തേക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ ഇത് സംസാരിക്കുന്ന കാനക്കോട് മുള്ളേരിയ കാനക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. കാസർഗോഡ് ജില്ലയിൽ 30 കിലോമീറ്റർ അപ്പുറം മുള്ളേരിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ അപ്പുറം കാനക്കോട് എന്നാണ് സ്ഥലം. പിന്നെ ഇവിടെ എത്രമാ ആൾമാർ സ്വലാത്രപ്പ വാലണ്ടിയർ ആയിട്ട് സ്വറ ആക്രാറ് അങ്ങ ഏതും പ്രതിഫലത്തോ അപേക്ഷല് ഇക്കില്ല. ഏതോ കടോ പ്രശ്നം എല്ലാം ഉണ്ടായി കൂടെ നമ്മൾ നിയത്താക്കി. അപ്പോൾ സ്ഥലത്തിന് മാസം വരുമ്പോൾ അതിൽ തീർന്ന് അതിന് നമുക്ക് സന്തോഷമായി. അതിന് മാസം അതിന് എന്തുണ്ട് റാത്തീബിന് കൂടിയുണ്ട്, അതിന് സ്ഥലത്തിന് അതിന് മീറ്റിങ്ങിന് എല്ലാം വന്നിട്ട് നമ്മളെ പണി തീർത്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ബർക്കത്തുണ്ട്. എന്ത് മുസീബത്തില്ല എന്തുമില്ല, നേരെ നടന്നുകൊണ്ട്. ಹುಷಾರಿಲ್ಲಾಂಟೆ ತೀರಾ ಕಷ್ಟത്തിൽ ಇನ್ನು ഇയാൾക്കും ബായാർ സ്വലാത്തുക്ക് വന്നൽ പിന്നെ ഉഷാറായിരിച്ചെന്ന് അയലെ ചെൽട്ട്. ഇവിടുത്തെ സലാത്തിന് 3 സലാത്ത് തുടർച്ചയായി വരണം എന്ന് പറഞ്ഞ് സലാത്തിന് ഞാൻ വന്ന് 3 സലാത്താകുമ്പോഴേക്കും അൽഹംദുലില്ലാഹ് എൻ്റെ 2 കാലും ചലിക്കാൻ വേണ്ടി തുടങ്ങി. ಪ್ರತಿ ತಿಂಗಳು ಉಡೆ ಸ್ವಲಾತ್ ನಡಕ್ರು. ಇದಕ್ಕೆ ಬಾಯಾರ್ಥಂಗಳ ನೇತೃತ್ವ ಕೊಡ್ಕ್ರು. ಈ ಸಲಾತ್ಗೆ ಬೇರೆ ಬೇರೆ ಉಸ್ತಾದುಮಾரும் தங்கம்மாரும் ಬಂಡಾರು. ಅಲ್ಲಾಂಟೆ ಆಲ್ಮಾரும் ആയിരക്കണക്കിൽ ഇക്രാറ്. എല്ലാവർക്കും ആശാക്കിരണ ആയിത്തിക്ര് ബായാർത്ഥങ്ങൾ. ആരിഫ് കൽക്കട്ട, ബാരി ന്യൂസ്.